നമസ്കാരം. ഈ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചൈന ഇന്ന് വിക്ഷേപിച്ച മിസൈലിനെ കുറിച്ച്. ആ മിസൈലിൻ്റെ അനുരണനം അമേരിക്കയോളം പോകുന്നതാണ്. അമേരിക്കയോളം മാത്രമല്ല, ആ മിസൈൽ വിക്ഷേപണം പരീക്ഷണം നടത്തിയ സാഹചര്യം പ്രധാനമാണ്. ആ കാര്യം വിശകലനം ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് സംഭവങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഒന്നാമത്തേത് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളാണ്. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അനുബന്ധ ചടങ്ങുകൾക്ക്, അനുബന്ധ പരിപാടികൾക്ക് ഒക്കെയായി ഇറാൻ്റെ തെരുവുകളിലും ഈ ഘോഷയാത്രയുടെ അനുസ്മരണ ഘോഷയാത്രയുടെ യാത്രയപ്പ് ചടങ്ങുകളുടെ ഒക്കെ വിവിധ ഘട്ടങ്ങളിലും ലക്ഷക്കണക്കിന് ആണ് അണിനിരക്കുന്നത്. എവിടെ നിന്നാണ് ഇറാൻ ഈ ഐക്യം വന്നത് എന്നുള്ള അതിശയം ലോകമാകെ നോക്കിക്കാണുകയാണ്. അമേരിക്ക ഇസ്രായേൽ വാദികൾ അവരുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇറാൻ ഭീഷണിപ്പെടുത്തി തെരുവിലേക്ക് ഇറക്കിവിട്ടതാണോ ഈ ജനങ്ങൾ എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് ഒന്നാമത്തേത്. അതിൻ്റെ തുടർച്ചയായിട്ട് ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന വിദേശ രാഷ്ട്രങ്ങൾ 30ഓളം രാഷ്ട്രങ്ങൾ പ്രധാനപ്പെട്ട പ്രതിനിധികളെ പങ്കെടുപ്പിച്ചു. ഇനി വരുന്ന ദിവസങ്ങളിൽ അവസാനത്തെ ചടങ്ങുകളിലേക്ക് കടക്കുമ്പം കൂടുതൽ രാഷ്ട്രങ്ങൾ അങ്ങോട്ട് എത്തും എന്നാണ് പറയുന്നത്. 100 രാഷ്ട്രങ്ങളാണ് ക്ഷണിച്ചത്. ഈ ഘട്ടത്തിൽ ആരൊക്കെ പോകുന്നു, ആരൊക്കെ വരുന്നു, ആരൊക്കെ പ്രശംസിക്കുന്നു, ആരൊക്കെ അനുസ്മരിക്കുന്നു എന്ന് അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നടപടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നിരീക്ഷിക്കുന്നു എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഖമനേയെ പ്രശംസിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് എതിരായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് US സെനറ്റർമാർ നടത്തിയ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ തുടർ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള ആശങ്ക ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത്തേത് ഹോർമുസ് കടലിടുക്കിൽ നടന്ന മറ്റൊരു സംഘർഷ സാഹചര്യമാണ്. അവിടെ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് അമേരിക്ക പറയുന്നു, US സേന പറയുന്നു, തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. അവിടെ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഭൗമരാഷ്ട്രീയ സാഹചര്യം തിളച്ചു മറിയുകയാണ്. അപ്പോഴാണ് ഈ മിസൈൽ ചൈന പരീക്ഷണാർത്ഥം വിക്ഷേപിക്കുന്നത്. അമേരിക്കയെ ഞെട്ടിച്ച ചൈനയുടെ മിസൈൽ പരീക്ഷണമാണത്രേ ഇത്. പസഫിക് സമുദ്രത്തിലേക്ക് ചൈന അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലാണ് പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അമേരിക്കയുടെ പ്രധാന ഭൂപ്രദേശത്തെ പോലും നേരിട്ട് ലക്ഷ്യം വെക്കാൻ കെൽപ്പുള്ള മിസൈൽ പരീക്ഷണം ചൈനയുടെ അതിവേഗത്തിലുള്ള സൈനിക നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവവുമായി ചേർത്ത് വായിക്കുകയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. അതായത് ലോകത്തിൻ്റെ മുഴുവൻ പരമാധികാരത്തിലേക്കും കയറി ഇടപെടുന്ന അമേരിക്ക ഒടുവിൽ ഇറാൻ്റെ പരമാധികാരത്തിന്മേൽ കയറി അവരുടെ പരമോന്നത നേതാവിനെ കൊന്ന് ഫെബ്രുവരി 28 മുതൽ 100-ലധികം ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേലിനൊപ്പം നയിച്ച സാഹചര്യമുണ്ട്. അതിനുശേഷം അവിടെ പ്രതിരോധിച്ച് നിന്ന സാഹചര്യമുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് സമാധാന ചർച്ചയിലേക്ക് ഇറാൻ തന്നെ എത്തുന്ന സാഹചര്യമുണ്ട്. തോറ്റു പിന്മാറിയില്ല എന്നുള്ള സാഹചര്യം. ഇവിടെ അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളോളം നിൽക്കുന്ന സംസ്കാര ചടങ്ങുകൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ലോകത്തിന് മുന്നിൽ കുറ്റവാളികളാക്കുന്ന നിലയിലേക്ക് മാറി. ഇതിന് പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ചില വാർത്തകൾ, റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നു. ചില അമേരിക്കൻ വാദികളുടെ പ്രതികരണങ്ങൾ, ഇസ്രായേൽ വാദികളുടെ പ്രതികരണങ്ങൾ അത്തരത്തിലുള്ള ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഈ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം ഉണ്ടായേക്കാം. മൊജ്തബയെ പോലെ പ്രധാനപ്പെട്ട സാന്നിധ്യങ്ങൾ കണ്ടാൽ അവിടെ ആക്രമണം ഉണ്ടായേക്കാം എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ തുടക്കത്തിൽ വന്നതാണ്. ഇടയ്ക്കത് നടക്കില്ല എന്നൊക്കെ കണ്ടു. പക്ഷേ ഇതിന് ശേഷം വീണ്ടും സംഭവിച്ചേക്കാം എന്നുള്ള ആശങ്കകൾ രൂപപ്പെടുന്നുണ്ട്. അവിടേക്കാണ് ചൈനയുടെ ഈ മിസൈൽ വരുന്നത്. ഇത് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. സമ്മർദ്ദ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 40 വർഷത്തിന് ശേഷമാണ് ചൈന അന്താരാഷ്ട്ര ജലമേഖലയിലേക്ക് ഇത്തരമൊരു മിസൈൽ വിക്ഷേപിക്കുന്നത്. ചൈനയെ തങ്ങളുടെ പ്രധാന എതിരാളിയായി കാണുന്ന അമേരിക്ക ഈ പുതിയ നീക്കത്തിൽ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. റിപ്പോർട്ടുകൾ അത് സംബന്ധിച്ചിട്ട് നമുക്കതിലേക്ക് വരികയും ചെയ്യാം. ആണവ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ ദക്ഷിണ പസഫിക് രാജ്യമായ സോളമൺ ദ്വീപുകൾക്ക് സമീപം ആണ് പതിച്ചത് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ കടലിൽ നിന്ന് ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ചൈനയ്ക്ക് കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ മിസൈൽ പരീക്ഷണം. ചൈനയുടെ ആണവായുധ ശേഷി കൂടുതൽ ശക്തിമത്താകുന്നതിൻ്റെ സൂചനയാണ് ഇതെന്നാണ് വിലയിരുത്തൽ. തങ്ങളുടെ സമുദ്ര അതിർത്തിക്ക് സമീപം നിന്നുകൊണ്ട് അമേരിക്കയുടെ വൻകരകളെ ലക്ഷ്യമിടാൻ ചൈനീസ് നാവികസേന പ്രാപ്തമാണ് എന്ന് ഈ നീക്കത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, തെളിയിച്ചു കൊടുക്കുകയാണ് ചൈന ചെയ്യുന്നത് എന്നാണ് ചില അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചൈനയുടെ നീക്കത്തിനെതിരെ അമേരിക്ക പരസ്യമായി തന്നെ രംഗത്തെത്തിയതും ഈ പശ്ചാത്തലത്തിലാണ്. ലോകരാജ്യങ്ങൾ ആണവ വ്യാപനം തടയാൻ ശ്രമിക്കുമ്പോൾ ചൈന അതിന് തുരങ്കം വെക്കുകയാണെന്നാണ് അമേരിക്ക പറയുന്നത്. ലോക താൽപ്പര്യത്തിന് വിരുദ്ധമാണ് ചൈനയുടെ നിലപാട് എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് ടോമി പിഗോട്ട് ആരോപിച്ചു. ഓസ്ട്രേലിയയും ജപ്പാനും അടക്കം വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മേഖലയുടെ സ്ഥിരതയ്ക്ക് ഈ നടപടി തിരിച്ചടിയാകുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് അഭിപ്രായപ്പെട്ടു. എന്നാൽ ചൈനയുടെ വാർഷിക സൈനിക പരിശീലനത്തിൻ്റെ
ഭാഗമായുള്ള ഒരു സാധാരണ നടപടി മാത്രമാണ് ഇതെന്ന് ചൈനീസ് നാവികസേനാ വക്താവ് വാങ് ഷുമെങ് പ്രതികരിക്കുകയും ചെയ്തു. ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല എന്നാണ് ചൈന പറഞ്ഞു വരുന്നത്. ബന്ധപ്പെട്ട രാജ്യങ്ങളെ പരീക്ഷണ വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ന്യൂസിലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിരുന്നതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ ആശങ്കാപൂർവ്വമുള്ള നിലപാട് പുതിയ ഭൗമരാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ്. ഇറാനെ മുൻനിർത്തി അമേരിക്കയും ഇസ്രായേലും കളിച്ച കളികൾ ചൈനയെയും പ്രകോപിപ്പിച്ചിരുന്നു. അതിനു മുമ്പ് വെനസ്വേലൻ പ്രസിഡന്റ് മഡുറോയെ തട്ടിക്കൊണ്ടുപോവുകയും അവിടുത്തെ എണ്ണ വിപണിയെ നിയന്ത്രിക്കാൻ അമേരിക്ക നേരിട്ട് ഇടപെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ അമേരിക്കയും ഇസ്രായേലും നിരന്തരം ഇടപെട്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്നത് വിലക്കപ്പെടണം എന്നുള്ള നിലപാട് ചൈനയ്ക്ക് നേരത്തെയുണ്ട്. UN-ലടക്കം ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയതുമാണ് ഇറാൻ ആക്രമണത്തിൻ്റെയും അതിന് മുമ്പ് വെനസ്വേലൻ അതിക്രമത്തിൻ്റെയും പശ്ചാത്തലത്തിൽ. ഇറാൻ യുദ്ധം വെടിനിർത്തൽ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട് എങ്കിലും താൽക്കാലികമാണ് ആയിട്ടാണെങ്കിലും അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിലും അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അമേരിക്കയും ഇസ്രായേലും നിലപാട് മാറ്റുമോ എന്ന ആശങ്ക ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ലോകത്തിന് മുന്നിൽ ഈ സംസ്കാര ചടങ്ങുകളുടെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് രാജ്യങ്ങളെയും കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ഖമനേയെ വധിച്ച ഇരു രാജ്യങ്ങളുടെയും ആ പഴയ ഓപ്പറേഷൻ ഓർമ്മിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ രോഷം പൂണ്ടു നിൽക്കുകയാണ് ട്രംപും നെതന്യാഹുവും. അതുകൊണ്ട് വരും നാളുകളിലെ നിലപാട് എന്തായിരിക്കും, സംഘർഷം ഏത് മട്ടിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതിനെക്കുറിച്ച് അനിശ്ചിതത്വം ഉണ്ട്. ഏറ്റവും അവസാനത്തേതാണ് ഹോർമൂസിൽ കപ്പൽ ആക്രമിച്ചു എന്നും തിരിച്ചടിക്കുമെന്നും US മിലിറ്ററി വ്യക്തമാക്കിയത്. അത് നിലവിലെ സാഹചര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ചൈനയുടെ മിസൈൽ പരീക്ഷണം വായിക്കപ്പെടുന്നത്. എന്നാൽ US നേരത്തെ ആരോപിച്ചതുപോലെ ഇറാന് ചൈന സഹായം നൽകുന്നു എന്ന ആരോപണം ചൈന നിഷേധിച്ചിരുന്നതാണ്. റഷ്യക്കെതിരെയും സമാന ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ ഇറാന്റെ പ്രതിരോധ ശേഷിയും യുദ്ധാനന്തരമുള്ള തിരിച്ചുവരവും ചൈനയുടെ കൂടി പിന്തുണയോടെയാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. മാത്രമല്ല അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ചൈന സമ്പൂർണ്ണമായി ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. ആദ്യ ദിവസം തന്നെ പ്രതിനിധികളെ അയച്ചു, പിന്തുണ അറിയിച്ചു. ഇനിയുള്ള ദിവസങ്ങളിലും അവരുടെ ആശയവിനിമയം തുടരുകയും ചെയ്യും എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചടങ്ങിനെക്കുറിച്ച് US-ഓ ഇസ്രായേലോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനിടെയാണ് ചൈനയുടെ പരീക്ഷണത്തിനെതിരെ US സഖ്യരാജ്യങ്ങൾ വിമർശനം ഉന്നയിച്ചപ്പോൾ റഷ്യ പിന്തുണയുമായി രംഗത്തെത്തി. മിസൈൽ പരീക്ഷണം നടത്തുന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഭാഗമാണെന്നും ചൈന ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും അതിക്രമിച്ചിട്ടില്ല എന്നും റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. പസഫിക് സമുദ്രത്തിലെ ആധിപത്യം ഉറപ്പിക്കാനും ചൈനയും അമേരിക്കയും തമ്മിലുള്ള മത്സര രംഗം ഇതോടെ രൂക്ഷമാകുന്ന സാഹചര്യം സൃഷ്ടിക്കാനും ഈ അവസ്ഥ കാരണമാകും എന്നാണ് റിപ്പോർട്ടുകൾ. ആണവായുധങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിപ്പിക്കുകയും എന്നാൽ അവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് ആഗോള സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ് എന്ന് അമേരിക്ക പറയുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചൈനയുടെ ആണവായുധ ശേഖരം അതിവേഗത്തിലും സുതാര്യമല്ലാത്ത രീതിയിലും വികസിപ്പിക്കുകയാണെന്ന് ആരോപിച്ചു. ഇത്തരം പരീക്ഷണങ്ങൾ മേഖലയിലെ സുരക്ഷയെ അസ്ഥിരമാക്കുമെന്ന് വാഷിംഗ്ടൺ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇത് വെറും പരീക്ഷണമല്ല, അമേരിക്കൻ സൈനിക മേൽക്കോയ്മയെ വെല്ലുവിളിക്കുന്ന ശക്തി പ്രകടനം കൂടിയാണ്. അതേസമയം ഓസ്ട്രേലിയ പ്രകോപനപരമായ നടപടി എന്നാണ് വിശേഷിപ്പിച്ചത്. ന്യൂസിലാൻഡ് മതിയായ അറിയിപ്പ് നൽകിയില്ലെന്ന ആശങ്ക അറിയിച്ചു. ജപ്പാൻ മേഖലയുടെ സുരക്ഷയെ ബാധിക്കുന്ന സംഭവം എന്ന് വിലയിരുത്തി. തായ്വാൻ ഇത് ചൈനയുടെ ഭീഷണി നയത്തിൻ്റെ തുടർച്ചയാണ് എന്നാരോപിച്ചു. പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളും പരീക്ഷണത്തെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പരീക്ഷണത്തെ നിരീക്ഷകർ വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സമയക്രമം. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സംഘർഷം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും മേഖലയിലെ വികാരങ്ങളെയും ശക്തമായി സ്വാധീനിക്കുന്ന ഘട്ടമാണ്. അതിനിടെയാണ് ചൈന ഇന്തോ പസഫിക്കിൽ തന്ത്രപരമായ മിസൈൽ പരീക്ഷണം നടത്തിയത്. റഷ്യ സമ്പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. അതുകൊണ്ട് പല വിശകലന വിദഗ്ധരും ഇതിനെ ലോകം ഒരേ സമയം രണ്ട് വ്യത്യസ്ത തന്ത്രപ്രദേശങ്ങളിൽ ഉയർന്ന ശക്തി പോരാട്ടത്തിൻ്റെ സൂചന എന്ന നിലയിൽ കാണുന്നു. ഒരു ഭാഗത്ത് ഇറാൻ അവിടെ ഈ ഫ്യൂണറൽ ഡിപ്ലോമസി എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വിളിക്കുന്ന സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട സാഹചര്യം, ഇപ്പുറത്ത് ചൈന അതിൻ്റെ തുടർച്ചയായിട്ട് അമേരിക്കയും ഇസ്രായേലും എന്ത് നിലപാടെടുക്കും എന്ന ആശങ്ക രൂപപ്പെടുന്ന ഘട്ടത്തിൽ അതിന് മുകളിൽ ചൈന ഒരു മിസൈൽ പരീക്ഷണവും നടത്തുന്നു. എന്നാൽ ഈ പരീക്ഷണം ഇറാൻ യുദ്ധത്തിൻ്റെ നേരിട്ടുള്ള ഭാഗം ആണ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നില്ല. പക്ഷേ പുതിയ സംഘർഷ സാഹചര്യത്തെ സമ്മർദ്ദത്തിലാക്കും. ഉടൻ ഒരു പുതിയ യുദ്ധം ആരംഭിക്കുന്ന സാഹചര്യം എന്തായാലും നിലവിൽ ഇറാൻ യുദ്ധത്തിൻ്റെ അവസ്ഥയിലും ഇല്ല. പക്ഷേ അപകട സാധ്യത ഉണ്ട്. നിലവിൽ അവരുടെ പ്രകോപനപരമായ നിലപാട് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ചൈന അമേരിക്കയോളം പോന്ന ഒരു മിസൈൽ പരീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. തായ്വാൻ വിഷയത്തിലടക്കം സൈനിക സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി സംഘർഷത്തിലാണ് ചൈനയുടെ ആണവ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നത്
വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സന്ദേശം അമേരിക്കയ്ക്ക് തന്നെയാണ്. ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറിടപെടുന്ന അമേരിക്കൻ നീക്കത്തിന് മേലുള്ള കനത്ത ആഘാതമാണ് ഇത് എന്നാണ് വിലയിരുത്തൽ. ചൈന ഇനി പ്രാദേശിക ശക്തി മാത്രമല്ല, ആഗോള തന്ത്രശക്തിയാണെന്ന് കാണിക്കുകയാണ് ചൈന. അമേരിക്കയുടെ ശ്രദ്ധ പശ്ചിമേഷ്യയിലും യൂറോപ്പിലും കേന്ദ്രീകരിക്കുമ്പോൾ ഇന്തോ പസഫിക്കിലും തങ്ങൾ നിർണായക ശക്തിയാണെന്ന് ചൈന ഉറപ്പിക്കുന്നു. ആണവ പ്രതിരോധവും സമുദ്രാധിപത്യവും ഇനി US ചൈന മത്സരത്തിന്റെ പ്രധാന അച്ചുതണ്ടായി മാറും. ഇതോടെ ആഗോള ആയുധ മത്സരവും സുരക്ഷാ സഖ്യങ്ങളുടെ പ്രാധാന്യവും കൂടുതൽ ഉയരാനും സാധ്യതയുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാന് ചുറ്റും വരിഞ്ഞു മുറുക്കാൻ വേണ്ടി കടലിനെ ഉപയോഗിച്ചു. അവിടെ അവരുടെ ആണവ അന്തർവാഹിനികൾ അണിനിരന്നതും ആ സാഹചര്യത്തിലാണ്. അപ്പോഴാണ് ഇപ്പോൾ ചൈനയുടെ ഈ മിസൈൽ പരീക്ഷണം ആണവ അന്തർവാഹിനി ഉപയോഗിച്ചടക്കം കടലിൽ നിന്നടക്കം എളുപ്പത്തിൽ ലക്ഷ്യം ഭേദിക്കാൻ, അമേരിക്ക അടക്കമുള്ള ലക്ഷ്യം ഭേദിക്കാൻ കഴിയും എന്ന വിലയിരുത്തലോടെ പുറത്തേക്ക് വരുന്നത് ഈ മിസൈൽ പരീക്ഷണത്തിൻ്റെ വാർത്തകളും. ഈ മിസൈൽ പരീക്ഷണത്തെ ഒറ്റപ്പെട്ട സൈനിക സംഭവമായി കാണുന്നതിനപ്പുറത്ത് അമേരിക്ക ചൈന പോരാട്ടത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്കുള്ള രാഷ്ട്രീയ സന്ദേശമായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇപ്പോൾ തന്നെ ഇറാനിൽ സംസ്കാര ചടങ്ങുകളുമായി കൂടുതൽ രാജ്യങ്ങൾ സഹകരിക്കുന്നു. അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് മേൽ രാജ്യങ്ങൾക്ക് പേടിയില്ലാത്ത അവസ്ഥ ഒരു പരിധിവരെ സംജാതമായി. നെതന്യാഹുവിൻ്റെ ഭീഷണികളെയും വകവെക്കുന്നില്ല. ചൈനയുടെ ആയുധ പരീക്ഷണം മാത്രമാണ് ഇപ്പോൾ കണ്ടത്. എന്നാൽ തുടർന്നുള്ള നയതന്ത്ര നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.